മേജറിന്റെ ഡെയിലി കറണ്ട് അഫെയർ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഏപ്രിൽ 14 പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാനായി പോകുന്നത്. ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ വീഡിയോ ഉൾക്കൊള്ളുന്ന പ്ലേലിസ്റ്റ് ഐ ബട്ടണിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്? ഫെമിനിച്ചി ഫാത്തിമ. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രമാണ് 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ടൊവീനോ തോമസിനെയാണ്. അജയന്റെ രണ്ടാം മോഷണം, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നീ 2 ചിത്രങ്ങളിലെ മികച്ച അഭിനയത്തിനാണ് ടൊവീനോ തോമസിന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച നടി എന്ന കാറ്റഗറിയിൽ 2 പേർക്കാണ് ഇപ്രാവശ്യം അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ആർക്കൊക്കെയാണെന്ന് നോക്കാം. നസ്രിയ നസീം, റിമ കല്ലിങ്കൽ. ഇവർക്ക് 2 പേർക്കുമാണ് 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടത്. നസ്രിയ നസീമിന്റെ സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലെ അഭിനയത്തിനും റിമ കല്ലിങ്കലിന്റെ തിയേറ്റർ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന ചിത്രത്തിലെ അഭിനയത്തിനുമാണ് ഈ അവാർഡ് ലഭിച്ചത്. ഇനി ഈ 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സംവിധായികയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ദുലക്ഷ്മിയാണ്. അപ്പുറം എന്ന ചിത്രത്തിന്റെ സംവിധാനത്തിനാണ് ഇന്ദുലക്ഷ്മിക്ക് മികച്ച സംവിധായിക എന്ന അവാർഡ് ലഭിച്ചത്. അടുത്ത അവാർഡ് റൂബി ജൂബിലി അവാർഡാണ്. റൂബി ജൂബിലി അവാർഡ് ലഭിച്ചത് ജഗദീഷിനാണ്. അതായത് ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള സിനിമാ ജീവിതത്തിലെ സംഭാവനകളെ പരിഗണിച്ചിട്ട് നൽകുന്ന അവാർഡാണ് റൂബി ജൂബിലി അവാർഡ്. 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ റൂബി ജൂബിലി അവാർഡിന് അർഹനായത് ആരാണ്? ജഗദീഷ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡിലെ മികച്ച ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. മികച്ച നടൻ ടൊവീനോ തോമസ്. മികച്ച നടിമാർ നസ്രിയ നസീം, റിമ കല്ലിങ്കൽ. മികച്ച സംവിധായിക ഇന്ദുലക്ഷ്മി. റൂബി ജൂബിലി അവാർഡ് ജേതാവ് ജഗദീഷ്. മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. നമ്മുടെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമായി മാറിയ ഒരു സംഭവമാണ്. ചോദ്യം ശ്രദ്ധിക്കുക. രാജ്യചരിത്രത്തിൽ ആദ്യമായി ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം? തമിഴ്നാട്. നമുക്കറിയാം, ഏതൊരു ബില്ലും നിയമമാവണമെങ്കിൽ അത് രാഷ്ട്രപതിയുടെ ഒപ്പ് വേണം. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി തമിഴ്നാട് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ്. 10 ബില്ലുകളാണ് തമിഴ്നാട് സർക്കാർ ഈ രീതിയിൽ നിയമമാക്കി മാറ്റിയത്. സർവകലാശാല ഭേദഗതി ബിൽ ഉൾപ്പെടെ ഗവർണറും രാഷ്ട്രപതിയും തടഞ്ഞുവെച്ച 10 ബില്ലുകളാണ് തമിഴ്നാട് സർക്കാർ ഈ രീതിയിലൂടെ നിയമമാക്കി മാറ്റിയത്. സുപ്രീം കോടതി ഈ കേസിനോടനുബന്ധിച്ച് ചില പ്രസ്താവനകൾ നടത്തി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവർണർക്കും അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ഒരു സമയപരിധി നിശ്ചയിച്ചു. ബില്ലുകൾ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് ഒരു നിർണായക വിധി സുപ്രീം കോടതി പ്രസ്താവിച്ചു. അപ്പോൾ ഈ സർവകലാശാല ഭേദഗതി ബിൽ നിയമമായതോടുകൂടി അവിടെ വന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മുതൽ തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ ചാൻസലർ ആരായിരിക്കും? ഇനി മുഖ്യമന്ത്രി ആയിരിക്കും. അതുപോലെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരവും ആർക്കായിരിക്കും? ഇനി മുതൽ മുഖ്യമന്ത്രിയിൽ വന്നു ചേരും. അപ്പോൾ ഇതിവിടെ നമ്മൾ പറഞ്ഞത്, ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഒപ്പില്ലാതെ തമിഴ്നാട് ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്തു. അപ്പോൾ 10 ബില്ലുകളാണ് ഇപ്രകാരം നിയമമാക്കിയത്. അതിൽ പ്രധാനപ്പെട്ട ബില്ലെന്ന് പറയുന്നത് സർവകലാശാല ഭേദഗതി ബില്ലായിരുന്നു. ഈ സർവകലാശാല ഭേദഗതി ബിൽ നിയമമാക്കിയതോടുകൂടി തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ ചാൻസലർ ഇനി മുതൽ മുഖ്യമന്ത്രിയായിരിക്കും. അതുപോലെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരവും മുഖ്യമന്ത്രിയിൽ വന്നു ചേരും. ഇതിനോടനുബന്ധിച്ച് ഗവർണർക്കും അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം എന്നുള്ള ഒരു പ്രസ്താവന കൂടി സുപ്രീം കോടതി കൊണ്ടുവന്നു. അപ്പൊ മനസ്സിലായി എന്ന് കരുതുന്നു. 2 പോയിന്റ് ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കൊന്ന് ഓർത്തു വെക്കാം. തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ്? ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി? എം കെ സ്റ്റാലിൻ. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും
തമിഴ്നാട് ഗവർണർ രവീന്ദ്ര നാരായണ രവിയുമാണ്. ഈ 2 പോയിന്റ് ഒന്ന് ഓർത്തു വെക്കുക. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആൻഡ് തമിഴ്നാട് ഗവർണർ എന്ന് പറയുന്നത് രവീന്ദ്ര നാരായണ രവിയുമാണ്. അപ്പോൾ രാജ്യചരിത്രത്തിൽ ആദ്യമായി ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യ ആദ്യമായി വിജയകരമായി പരീക്ഷിച്ച വിമാനങ്ങളും മിസൈലുകളും ഡ്രോണുകളും തകർക്കാൻ ശേഷിയുള്ള ലേസർ ആയുധം. ഡ്യൂ അഥവാ സൂര്യ. ഇന്ത്യ ആദ്യമായി വിജയകരമായി പരീക്ഷിച്ച വിമാനങ്ങളും മിസൈലുകളും ഡ്രോണുകളും തകർക്കാൻ ശേഷിയുള്ള ലേസർ ആയുധമാണ് ഏത്? ഡ്യൂ അല്ലെങ്കിൽ സൂര്യ. രണ്ടുപേരിലും ഇത് അറിയപ്പെടുന്നു ഡ്യൂ അഥവാ സൂര്യ, ഡയറക്റ്റഡ് എനർജി വെപ്പൺ. ഇനി ലേസർ അധിഷ്ഠിത ആയുധ ശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ലേസർ അധിഷ്ഠിത ആയുധ ശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് മുന്നിലുള്ള രാജ്യങ്ങൾ അമേരിക്ക, ചൈന, റഷ്യ. അപ്പോൾ ലേസർ അധിഷ്ഠിത ആയുധ ശേഷിയുള്ള രാജ്യങ്ങളുടെ ഒരു പട്ടിക എടുക്കുകയാണ് എങ്കിൽ അതിൽ 1ാമത് വരുന്ന രാജ്യം ഏതാണ്? അമേരിക്ക, USA ആയിരിക്കും. രണ്ടാമത് വരുന്നത് നമ്മുടെ ചൈന, 3ാമത് വരുന്നത് റഷ്യ, 4ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്ക്. അപ്പോൾ ലേസർ അധിഷ്ഠിത ആയുധ ശേഷിയുള്ള ലോകത്തിലെ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ആദ്യമായി വിജയകരമായി പരീക്ഷിച്ച വിമാനങ്ങളും മിസൈലുകളും ഡ്രോണുകളും തകർക്കാൻ ശേഷിയുള്ള ലേസർ ആയുധം ആണ് ഏത്? ഡ്യൂ അഥവാ സൂര്യ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാജ്യത്ത് പട്ടികജാതികൾക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? തെലങ്കാന. രാജ്യത്ത് പട്ടികജാതികൾക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം തെലങ്കാന. ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഇത് വേറൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ആ ഇംഗ്ലീഷ് ടേം ഉപസംവരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ് കാറ്റഗറൈസേഷൻ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ടേം ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഷെഡ്യൂൾഡ് കാസ്റ്റിന് സബ് കാറ്റഗറൈസേഷൻ നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം, അങ്ങനെ ചോദിച്ചാലും ഉത്തരം തെലങ്കാനയാണ്. അടുത്ത ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ ബോയിലർ രഹിത കരിമ്പ് സംസ്കരണ യൂണിറ്റ് സ്ഥാപിച്ച സംസ്ഥാനം ആസാം. ലോകത്തിലെ ആദ്യത്തെ ബോയിലർ രഹിത കരിമ്പ് സംസ്കരണ യൂണിറ്റ് സ്ഥാപിച്ച സംസ്ഥാനമാണ് ഏത്? ആസാം. അടുത്ത ചോദ്യം. 2025 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തെരഞ്ഞെടുക്കപ്പെട്ടത്? ചാംഗി വിമാനത്താവളം. സിംഗപ്പൂരിലെ ചാംഗി വിമാനത്താവളമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എയർ ട്രാൻസ്പോർട്ട് റേറ്റിംഗ് ഓർഗനൈസേഷനായ സ്കൈ ട്രാക്സ് ആണ് ചാംഗി എയർപോർട്ടിനെ തിരഞ്ഞെടുത്തത്. ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 13ാം തവണയാണ് സിംഗപ്പൂർ ചാംഗി എയർപോർട്ടിന് ഇങ്ങനെ ഒരു ബഹുമതി ലഭിക്കുന്നത്. 1ഓ 2ഓ തവണയല്ല, 13ാം തവണയാണ് ചാംഗി വിമാനത്താവളത്തിന് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന ഒരു പദവി ലഭിക്കുന്നത്. അപ്പൊ ചോദ്യം ഒന്നുകൂടെ നോക്കാം. 2025 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ചാംഗി വിമാനത്താവളം, സിംഗപ്പൂർ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമ. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടിമാർ നസ്രിയ നസീം, റിമ കല്ലിങ്കൽ. മികച്ച സംവിധായിക ഇന്ദുലക്ഷ്മി. റൂബി ജൂബിലി അവാർഡ് ലഭിച്ചത് ജഗദീഷിന്. രാജ്യചരിത്രത്തിൽ ആദ്യമായി ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യ ആദ്യമായി വിജയകരമായി പരീക്ഷിച്ച വിമാനങ്ങളും മിസൈലുകളും ഡ്രോണുകളും തകർക്കാൻ ശേഷിയുള്ള ലേസർ ആയുധം ഡ്യൂ അഥവാ സൂര്യ. രാജ്യത്ത് പട്ടികജാതികൾക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? തെലങ്കാന. ലോകത്തിലെ ആദ്യത്തെ ബോയിലർ രഹിത കരിമ്പ് സംസ്കരണ യൂണിറ്റ് സ്ഥാപിച്ച സംസ്ഥാനം ആസാം.
2025 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചാങ്കി വിമാനത്താവളം, സിംഗപ്പൂർ. എല്ലാവർക്കും ഉത്തരം റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു പോളിലൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലായ PSC വോയേജറിൽ ഇതൊരു പോൾ ഫോമിൽ അവൈലബിൾ ആണ്. എല്ലാവരും PSC വോയേജർ എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് നോക്കുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്